ശബരിമലയിൽ നിന്ന് കൊണ്ടുപോയ സ്വർണത്തിന്റെ അളവ് കുറഞ്ഞതായി സ്ഥിരീകരിച്ച് ശാസ്ത്രീയ പരിശോധനാ ഫലം. ഉണ്ണികൃഷ്ണൻ പോറ്റി കൊണ്ടുപോയി തിരികെ എത്തിച്ച കട്ടിള ദ്വാരപാലക പാളികളിൽ സ്വർണം കുറവ് വന്നതായി കണ്ടെത്തി. കൂടുതൽ പാളികളിൽ നിന്ന് സ്വർണം കൊണ്ടുപോയിട്ടുണ്ടോ എന്നതിൽ പരിശോധനാ ഫലം നിർണായകമാണ്. SIT നാളെ ഹൈക്കോടതിയിൽ റിപ്പോർട്ട് നൽകും. കേസിൽ കുറ്റപത്രം സമർപ്പിക്കാനുള്ള നടപടികളും SITയുടെ ഭാഗത്തു നിന്ന് പുരോഗമിക്കുന്നു. പ്രതികളുടെ ജാമ്യം തടയാനാണ് SITയുടെ നീക്കം. സിജോ ബി ജോൺ വിവരങ്ങൾ നൽകും. സിജോ, ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കുറ്റപത്രം സമർപ്പിക്കാനുള്ള നീക്കത്തിലേക്ക് അന്വേഷണ സംഘം പോകുന്നു എന്നുള്ളതാണ്. പ്രതികൾക്ക് ജാമ്യം നിശ്ചയിച്ച് 90 ദിവസത്തിനുള്ളിൽ കുറ്റപത്രം സമർപ്പിക്കണമെന്നാണല്ലോ ചട്ടം. അതനുസരിച്ചാണോ അതിവേഗം അന്വേഷണ സംഘത്തിന്റെ ഭാഗത്ത് നിന്ന് നടപടി ഉണ്ടാകുന്നത്? അത് തന്നെയാണ് ഇത്തരത്തിൽ കുറ്റപത്രം സമർപ്പിക്കാനുള്ള നടപടികൾ വേഗത്തിലാക്കാൻ അന്വേഷണ സംഘത്തെ പ്രേരിപ്പിക്കുന്നത്. കാരണം കഴിഞ്ഞ ദിവസമാണ് ഇതിൽ 90 ദിവസമാകുന്നു അറസ്റ്റിലായിട്ട്. അതുകൊണ്ട് സ്വാഭാവികമായിട്ടുള്ള ജാമ്യം അനുവദിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കേസിലെ മുഖ്യപ്രതിയായിട്ടുള്ള ഉണ്ണികൃഷ്ണൻ പോറ്റി കോടതിയെ സമീപിക്കുന്നത്. ഇത് കോടതി പരിഗണിക്കാനിരിക്കുകയാണ്. ഈ സാഹചര്യത്തിലാണ് അത്തരം നീക്കവുമായി അന്വേഷണ സംഘം കടക്കുകയും ചെയ്യുന്നത്. 10 വർഷത്തിൽ കൂടുതൽ ശിക്ഷ ലഭിക്കാവുന്ന വകുപ്പുകളാണ് ചുമത്തിയിരിക്കുന്നതെങ്കിൽ 90 ദിവസത്തിനുള്ളിലും അതോടൊപ്പം തന്നെ 10 വർഷത്തിൽ താഴെയാണെന്നുണ്ടെങ്കിൽ 60 ദിവസത്തിനുള്ളിലും കുറ്റപത്രം സമർപ്പിക്കണം എന്നുള്ളതാണ്. അത് കുറ്റപത്രം സമർപ്പിച്ചില്ലെങ്കിൽ സ്വാഭാവികമായിട്ടുള്ള ജാമ്യം ലഭ്യമാകുകയും ചെയ്യും. ഇപ്പോൾ ആദ്യ കേസിലാണ് ഇപ്പോൾ ജാമ്യം ആവശ്യപ്പെട്ടുകൊണ്ട് കോടതിയെ സമീപിച്ചിരിക്കുന്നത്. ആ കേസിൽ അറസ്റ്റിലാകുന്നത് കഴിഞ്ഞ വർഷം ഒക്ടോബർ 17-ാം തീയതിയാണ്. ഈ മാസം 30-ാം തീയതിയോടുകൂടിയാണ് അതിൻ്റെ കാലാവധി കഴിയുകയും ചെയ്യുക. സ്വാഭാവികമായും ഒരുപക്ഷെ ഈ കുറ്റപത്രം സമർപ്പിച്ചില്ല എന്നുണ്ടെങ്കിൽ ജാമ്യം ലഭിക്കാനുള്ള സാഹചര്യമുണ്ട്. അതുകൊണ്ട് പ്രാഥമികമായിട്ടുള്ള ഒരു കുറ്റപത്രം സമർപ്പിക്കുക എന്നുള്ളതാണ്. അതിലൂടെ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ഇത്തരത്തിൽ ജാമ്യം ലഭിക്കുന്നത് തടയുക എന്നുള്ളതാണ്. ഈ തൊണ്ടി മുതൽ കണ്ടെത്താൻ സാധിക്കുന്നതാണ് അന്വേഷണ സംഘത്തെ സംബന്ധിച്ചിടത്തോളം കുറ്റപത്രം സമർപ്പിക്കുന്നതിൽ കുറച്ച് ഡിലേ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ VSSCയിൽ നിന്ന് ഇത്തരത്തിൽ ഒരു റിപ്പോർട്ട് കിട്ടിയിട്ടുണ്ട്. ഈ തട്ടിപ്പ് സ്ഥിരീകരിക്കുന്ന തരത്തിലുള്ള റിപ്പോർട്ടാണ്. അതുകൊണ്ട് ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ പ്രാഥമികമായി കുറ്റപത്രം സമർപ്പിക്കുക, പിന്നെ അഡീഷണൽ അതിനോട് മുന്നേ അധിക കുറ്റപത്രം ആഡ് ചെയ്യുക എന്നുള്ളതാണ്. പക്ഷേ ഈ കുറ്റപത്രം സമർപ്പിച്ചില്ല എങ്കിൽ പോലും ഈ ആദ്യ കേസിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ജാമ്യം ലഭിക്കാവുന്ന സാഹചര്യത്തിലേക്ക് വരികയാണ്. പക്ഷേ എങ്കിൽ പോലും ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ജയിൽ മോചിതനാകാൻ വളരെ പെട്ടെന്ന് സാധിക്കില്ല. കാരണം രണ്ടാമത്തെ കേസിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത് അതിനുശേഷമാണ്. നവംബർ മാസത്തിലാണ്. നവംബർ മാസം 3-ാം തീയതിയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. സ്വാഭാവികമായും ആ കേസിൽ ഇനിയും ഏറെ ദിവസങ്ങളുണ്ട്. അതുകൊണ്ട് പുറത്തു വരാൻ പറ്റില്ല. പക്ഷേ ഏത് വിധേനയും ഈ പ്രതികളുടെ ജാമ്യം തടയുക എന്നുള്ള ഉദ്ദേശമാണ് SITക്കുള്ളത്. അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള നടപടികൾ ആരംഭിച്ചിരിക്കുന്നത്. എന്തായാലും വൈകാതെ തന്നെ കുറ്റപത്രം കോടതിയിൽ സമർപ്പിക്കുകയും ചെയ്യും. സിജോ, ഈ കുറ്റപത്രം സമർപ്പിക്കുന്ന കാര്യത്തിൽ നിർണായകമാവുക അത് VSSCയുടെ റിപ്പോർട്ടാണ്. അതിലൂന്നിയായിരിക്കുമല്ലേ കുറ്റപത്രത്തിലുള്ള പരാമർശങ്ങൾ? കാരണം SITയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട തെളിവുകളും കണ്ടെത്തലുകളും ആ റിപ്പോർട്ട് തന്നെയായിരിക്കും. ഇതിൽ ശബരിമലയിൽ നിന്ന് ദ്വാരപാലക ശില്പവും കട്ടിളപ്പാളിയും കൊണ്ടുപോയി അതിൽ സ്വർണം തട്ടിയെടുത്തിട്ടുണ്ട് എന്നുള്ളത് സംബന്ധിച്ച വിവരം അന്വേഷണ സംഘം നേരത്തെ തന്നെ സ്ഥിരീകരിച്ചിട്ടുണ്ട്. അതിനെ സംബന്ധിച്ച മൊഴികളുണ്ട്. അതോടൊപ്പം തന്നെ അതിനെ സാധൂകരിക്കുന്ന മറ്റു കുറച്ച് തെളിവുകൾ ലഭിക്കുകയും ചെയ്തിരുന്നു. അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ശബരിമലയിൽ നിന്ന് ഈ ദ്വാരപാലക ശില്പവും കട്ടിളപ്പാളിയും കൊണ്ടുപോകാനുള്ള ഉത്തരവുകൾ തയ്യാറാക്കിയിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കൈവശം ഇത് കൊടുത്തുവിട്ടിട്ടുണ്ട്. രണ്ടാമതായി ഇത് ചെന്നൈയിലെ സ്മാർട്ട് ക്രിയേഷൻസിൽ എത്തിയിട്ടുണ്ട്. അവിടെ വെച്ച് ഈ സ്വർണം ഉരുക്കി അത് വേർതിരിച്ചെടുത്തതായിട്ടുള്ള വിവരങ്ങളുണ്ട്. അത്തരത്തിലുള്ള പരിശോധന ഫലങ്ങളുണ്ട്. അതിനുശേഷമാണ് അത് ബെല്ലാരിയിലെ ജ്വല്ലറി ഉടമയായ ഗോവർദ്ധന് കൊടുക്കുന്നത്. ഗോവർദ്ധൻ്റെ അടുത്ത് നിന്ന് സ്വർണം പിടിച്ചെടുത്തിട്ടുണ്ട്. പക്ഷേ ആ സ്വർണം ശബരിമലയിൽ നിന്ന് കൊണ്ടുപോയതാണ് എന്നുള്ളത് സംബന്ധിച്ച് ഒരു സ്ഥിരീകരണം ആയിട്ടില്ല. അതിൽ നമുക്ക് ഈ ശാസ്ത്രീയ പരിശോധന റിപ്പോർട്ടിലൂടെ പുറത്തു വരികയും ചെയ്യും. എന്തായാലും ഗോവർദ്ധൻ പറയുന്നത് തത്തുല്യമായ ഗോൾഡാണ് പിടിച്ചെടുത്തിരിക്കുന്നത് എന്നുള്ളതാണ്. അതാണ് ഇപ്പോൾ അതിൻ്റെ അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ടുള്ളത്. പക്ഷേ ഇത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് കുറ്റപത്രത്തിലേക്ക് എത്താൻ സഹായകരമായത് നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഈ ശാസ്ത്രീയ പരിശോധന റിപ്പോർട്ടാണ്. ആ ശാസ്ത്രീയ പരിശോധന റിപ്പോർട്ടിലൂടെ ഈ ദ്വാരപാലക ശില്പം കൊണ്ടുപോയി അതിൽ നിന്ന് സ്വർണം എടുത്തു. അന്നത്തെ സ്വർണ്ണമല്ല വീണ്ടും ഇവിടെ ഉള്ളത്. അതല്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ മാറ്റം വന്നിട്ടുണ്ടോ എന്ന് സംബന്ധിച്ച് ശാസ്ത്രീയമായി തെളിയിക്കുന്ന ഒരു പരിശോധനാ റിപ്പോർട്ടാണ്. ഇപ്പം നമ്മൾ കൊണ്ടുപോയിട്ടുണ്ട്, മൊഴികളും വിവരങ്ങളും ഉണ്ട്. അതിനെ സപ്പോർട്ട് ചെയ്യുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു തെളിവായി ഈ VSSCയുടെ പരിശോധനാ ഫലം റിപ്പോർട്ട് തയ്യാറാകുകയും ചെയ്യും. ഈ മൊഴികളും
അതോടൊപ്പം തന്നെ മറ്റു തെളിവുകളും അതിനൊപ്പം തന്നെ കോടതിയിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ഇതിനെ ശാസ്ത്രീയമായി തെളിയിക്കുക എന്നുള്ളതാണ്. അതിൽ ഏറ്റവും നിർണായകമാകുക എന്ന് പറയുന്നത് ഈ VSSCയുടെ റിപ്പോർട്ട് തന്നെയാണ്. അപ്പോൾ ആ റിപ്പോർട്ട് കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ സ്വാഭാവികമായും ഈ കുറ്റപത്രത്തിനെ കുറച്ച് സ്ട്രെങ്തൻ ചെയ്യാൻ പറ്റും. അത് കുറച്ച് ബലം നൽകുന്നതായിരിക്കും കുറ്റപത്രം. അങ്ങനെ വളരെ വേഗത്തിൽ തന്നെ ഇത് തള്ളുകയോ അല്ലെങ്കിൽ ചലഞ്ച് ചെയ്യപ്പെടാതിരിക്കാനുള്ള സാധ്യത നിലനിൽക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ അന്വേഷണത്തിൻ്റെ ആദ്യ ഘട്ടം മുതലുള്ള ഞാൻ നേരത്തെ സൂചിപ്പിച്ചിട്ടുള്ള തെളിവുകൾ പരമാവധി എടുത്ത് അത് ഉൾപ്പെടുത്തി ആയിരിക്കും ഈ കുറ്റപത്രം എന്തായാലും കോടതിയിൽ സമർപ്പിക്കുക. ഇതിൽ പ്രാഥമികമായ കുറ്റപത്രമായിരിക്കും സമർപ്പിക്കുക. പല കേസുകളിലും അങ്ങനെ ചെയ്യാറുണ്ട്. കാരണം വളരെ വൈഡായിട്ടുള്ള അന്വേഷണം നടക്കുന്ന ഒരു കേസുകളിലെല്ലാം അങ്ങനെ ആദ്യം പ്രാഥമിക കുറ്റപത്രം സമർപ്പിക്കും, പിന്നെ അധിക കുറ്റപത്രം അതിനോടൊപ്പം തന്നെ ആഡ് ചെയ്തുകൊണ്ടുള്ള ചെയ്യുകയാണ് ചെയ്യുക. എന്തായാലും ഈ പ്രതികളുടെ ജാമ്യം തടയുക എന്നുള്ളത് തന്നെയാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ തൊണ്ടി മുതലൊക്കെ കണ്ടെത്തേണ്ടതുണ്ട്. അത്തരം കാര്യങ്ങളൊന്നും ഈ പറയുന്ന ഇതിൽ ഉൾപ്പെടില്ല. അത് പിന്നീടായിരിക്കും ആഡ് ചെയ്യുകയും ചെയ്യുക.